വാനമേഘെ വിശുദ്ധരെ ചേർത്തിടുവാനായി മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. വാനമേഘെ വിശുദ്ധരെ ചേർത്തിടുവാനായി മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ എൻ പ്രിയനൊത്തു ഞാനും പാടുമേ. കർത്തൻ വചനങ്ങൾ നിറവേറുമേ, ഹൃദയങ്ങൾ ആനന്ദിക്കുമേ. കഷ്ടതകൾ നിറഞ്ഞായി ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യം ചേർന്നിടുമേ ഞാൻ. കർത്തൻ വചനങ്ങൾ നിറവേറുമേ, എൻ ഹൃദയങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞായി ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യം ചേർന്നിടുമേ ഞാൻ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുമേ ഞാൻ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുമേ ഞാൻ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ദൂതർക്കാകളങ്ങൾ നീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുമേ ഞാൻ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുമേ ഞാൻ. ദൂതർക്കാകളങ്ങൾ നീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ദൂതർക്കാകളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ
Praise the Lord. Hallelujah. Hallelujah. സംഭവങ്ങളെല്ലാം അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ പ്രത്യാശയോടെ ഈ ഭൂപരപ്പിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൂതർ കാഹളം മീറ്റിടും നേരം പ്രിയനൊത്ത് ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്ത് ഞാനും പാടുമേ. സമർപ്പണത്തിൻ്റെ ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുക. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ ഇത്ര വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ ഇത്ര വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതേ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഗീതം പോ നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഗീതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻ മൊഴികൾ. തിരുകരത്താൽ തിരുഗീതം പോൽ നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഗീതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൻ ഓളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയതിൻ. ഹല്ലേലൂയ. യെസ് ലോർഡ്. ഹല്ലേലൂയ. എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുണ്ട് ചേർത്തിടുമേ. ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുണ്ട് ചേർത്തിടുമേ. തൻ ഭവനമതിൽ എൻ്റെ പ്രിയൻ
ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും? ഒരു കുശവന്റെ കയ്യിൽ കളിവെള്ളം പോലെ ഹല്ലേലൂയ നമ്മെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. നല്ല കുശവനായ അവിടുന്ന് നമ്മെ മെനയട്ടെ, തനിക്ക് ബോധിച്ച ഒരു പാത്രമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിഭാഗത്തിലുള്ള വിശ്വാസികൾ ഈ ആഴ്ചയിൽ അവർ കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ കൊണ്ടാടുമ്പോൾ എന്നും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർത്തുകൊണ്ട്, അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനോട് നൽകിയ രക്ഷയെ ഓർത്തുകൊണ്ട്, അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലിയതാണ്. ദൃഷ്ടികളാൽ ഞാൻ കാണുന്നു ആ സ്വർഗ കനാൻ. അതിന് കാരണമായത് നമ്മുടെ പ്രവൃത്തികളല്ല, അവിടുത്തെ നിത്യരക്ഷയാണ്. ഹല്ലേലൂയ. അവിടുത്തെ പുത്രന്റെ യാഗമരണമാണ്. അവിടെ നമുക്ക് പരമായി പ്രായശ്ചിത്ത യാഗമായതാണ്. ഹല്ലേലൂയ. രാത്രിയിലും നന്ദിയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അങ്ങ് പരമാധികാരിയ 3 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ച് കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ഒരു മാതൃകാ സഭ എപ്രകാരമായിരിക്കുന്നു എന്ന് തെസ്സലോനിക്ക സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. തിമോത്തിയോസിൽ നിന്നും ലഭിച്ച തെസ്സലോനിക്ക സഭയെപ്പറ്റിയുള്ള ആ റിപ്പോർട്ട്, അതിനെ ആസ്പദമാക്കി അപ്പോസ്തലനായ പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് താൻ പ്രാർത്ഥിക്കുന്നത് ഈ സഭ പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള സഭയാണ്. അടുത്തത്, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ 3 കാര്യങ്ങൾ താൻ ഓർക്കുന്നു. 1, അവരുടെ വിശ്വാസത്തിൻ്റെ വേല. 2, അവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. 3, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും അൺവൈവറിംഗ് ആയിട്ടുള്ള, സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള, മാറ്റപ്പെടാത്ത, തുടർച്ചയായിട്ടുള്ള യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാം. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ, ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് അത് ലോകപരമായിട്ടുള്ള ആശയിൽ നിന്നും വ്യത്യസ്തമാണ്. Hope in Christian context always has a certainty to it. ഇതൊരു അടിസ്ഥാനരഹിതമായ പ്രതീക്ഷയല്ല. നടക്കുമായിരിക്കും എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നാം അധ്വാനിച്ചിട്ടും നാം പ്രതീക്ഷിച്ചിട്ടും നാം അപ്ലൈ ചെയ്തിട്ടും ഒക്കെ കിട്ടുമായിരിക്കും. അവിടെ ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, പക്ഷേ ഉറപ്പില്ല. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് കർത്താവിലൂടെ ലഭിക്കുന്നത് ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഭംഗിവാക്കല്ല. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഊഹത്തിൻ്റെ ജീവിതമല്ല, ഉറപ്പിൻ്റെ ജീവിതം. എന്തേലും നടക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, എവിടെയെങ്കിലും വെച്ച് കാണാം എന്നുള്ള പ്രതീക്ഷയിലല്ല നാം നടക്കുന്നത്. വി നോ ഇറ്റ്. പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പത്രോസ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് നോയിങ്, അറിയുക. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയെപ്പറ്റി നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ ഈ അറിയുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്ന അനേക ഭാഗങ്ങളുണ്ട്. ഇതുപോലെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന പ്രത്യാശ. ഇറ്റ് ഈസ് എ കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ ആൻഡ് നോട്ട് എൻ അൺഫൗണ്ടഡ് ഒപ്റ്റിമിസം. ഇത് നിശ്ചയദാർഢ്യത്തോടെ കാത്തിരിക്കുക. നമ്മൾ മുമ്പേ പാടിയ പാട്ടിലും ആ പാട്ടുകാരൻ അപ്രകാരം പറയുന്നത്, ദൂതർ കാഹളങ്ങൾ മീട്ടിടുമ്പോൾ ഞാൻ പോകുമായിരിക്കുമെന്നല്ല, ഞാൻ എൻ്റെ പ്രിയൻ്റെ സന്നിധിയിൽ ചെല്ലും, ഞാൻ അവൻ്റെ പ്രിയൻ്റെ കൂടെ പാടും. ഈ ഒരു ഉറപ്പാണ് നമുക്ക് ക്രിസ്തീയ പ്രത്യാശയായി നമ്മുടെ ഉള്ളിലുണ്ടത്. അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, എബ്രായ ലേഖനത്തിൽ ഒരു വാഗ്ദത്തത്തിലും ഒരു ആണയിലുമാണ്. അത് നമുക്ക് കർത്താവ് തന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യാശ നഷ്ടപ്പെടാൻ സാധ്യതയെന്നല്ല, നഷ്ടപ്പെടാത്തതാണ്. ഇത് നമ്മൾ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് തന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടതാണ് എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു.
ഈ പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശ അല്ല. അപ്പോൾ ഈ തെസ്സലോനിക്ക ദൈവസഭ, അവിടെയുള്ള വിശ്വാസികൾ അവരുടെ സഭയുടെ തുടക്കത്തിൽ തന്നെ പീഡനം അനുഭവിച്ചപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷവും ആ സഭ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരതയോർത്ത് നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് സ്തോത്രം ചെയ്യാനുള്ള കാരണങ്ങൾ, ഇവിടെ 3 കാരണങ്ങൾ പറയുന്നുണ്ട് പൗലോസ് തെസ്സലോനിക്ക സഭയെപ്പറ്റി: വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഇവിടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്, അതും കണ്ടു. യേശു ക്രിസ്തുവിലാണ്. വിശ്വാസവും ഒരു വ്യക്തിയിലാണ്, പ്രത്യാശയും ഒരു വ്യക്തിയിലാണ്. എന്താണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്? ക്രിസ്തീയ ജീവിതം എവിടോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒന്നല്ല. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ തുടങ്ങി സ്നേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ ആ ജീവിതാനന്ദം ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ പൂർത്തീകരണത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിത യാത്ര എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ വാക്യത്തിൽ ദൈവത്താൽ ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ, ദൈവത്താൽ 4-ാമത്തെ വാക്യം മതി. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇനി ഇംഗ്ലീഷോട് ഞാൻ വായിക്കാം. നോയിങ് ബ്രദറൻ ബിലവഡ് ബൈ ഗാഡ് ഹിസ് ചോയ്സ് ഓഫ് യു. മലയാളത്തിൽ വായിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാമല്ലോ എന്നൊരു അർത്ഥമാണ് വരുന്നത്. അത് സത്യമാണ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തുന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ട്. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. പക്ഷെ പൗലോസോട് പറയുന്നത് അതല്ല. അത് മൂലകൃതിയിലും ഇംഗ്ലീഷിലും കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പൗലോസിന് മനസ്സിലായി ഇവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയത്തില്ല, എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ, ഞാനൊരു ദൈവവേദലാണെന്നല്ല. അത് വെളിപ്പെടുന്ന ഒരു സത്യമാണ്. പൗലോസ് പറയുന്നത്, ഐ നോ ദാറ്റ് യു ആർ ബീങ് ചോസൻ ബൈ ഗാഡ്. അതിൻ്റെ തെളിവുകളാണ് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ പ്രൂഫ് ഓഫ് ദെയർ സാൽവേഷൻ, ദാറ്റ് ദെയർ സാൽവേഷൻ വാസ് ജെനുവിൻ. അവരുടെ രക്ഷ യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഉറപ്പാണ് ഇവരുടെ ആത്മീയ ജീവിതം അത് ജെനുവിനാണ്. കാരണം എന്താ? റിപ്പോർട്ട് കിട്ടി. പൗലോസും സിൽവാനോസും തിമത്തിയും കൂടെ ആദ്യം ഈ പ്രദേശത്ത് ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 17 അവിടെ അനേകർ ദൈവഭാഗത്തേക്ക് വന്നു. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ നിന്ന് പൗലോസ് ശുശ്രൂഷിച്ച അനന്തരം ആരൊക്കെയാണ് മുന്നോട്ട് വന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവരുടെ മെസ്സേജ് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് തെളിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ചു വിവരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ മശികയെന്ന് ജസ്റ്റ് പ്രൊഫസ് ചെയ്യുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്നതിൻ്റെ കാതൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഉയർപ്പ്. ഇതാണ് സുവിശേഷത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പൗലോസ് ചെയ്തത് അത് തന്നെയാണ്. പൗലോസ് പറയുക, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ സംഭവിച്ചെന്താ? പൗലോസിന്റെ വാക്ചാതുര്യമല്ല, മിടുക്കല്ല, അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമല്ല. അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ ചിലര്, ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും കൂടെ ചേർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിനാൽ ദൈവം ചെയ്യുമ്പോൾ അത് തടയുവാൻ ആർക്കും കഴിയത്തില്ല. പ്രശ്നങ്ങളുണ്ടാക്കാൻ കഴിയും. അത് സഭയ്ക്കകത്തും കഴിയും, വെളിയിലും കഴിയും. അതെന്താ പറയുന്നത് ഇവിടെ? യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. സംഭവിച്ചതെന്താ? ഇവരെ ആ പട്ടണത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഇത്രയല്ലേ അവർക്ക് കഴിയത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ സഭ അവിടെ ഉണ്ട്.
കർത്താവ് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. മെസ്സഞ്ചറിനെ ഓടിക്കാം, പക്ഷെ മെസ്സേജിന് എഫക്റ്റ് ഉണ്ട്, കാരണം അത് ജീവനുള്ളതാ. അതാണ് അപ്പോസ്തലനായ പൗലോസ് 1:16 റോമാലേഖനത്തിൽ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദി യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാ, അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മെസ്സഞ്ചേഴ്സിനെ അവിടെ നിന്ന് ഓടിച്ചു, അവർ പോയി. പിൽക്കാലത്ത് മെസ്സഞ്ചറിനെ അറിയിക്കുക, അത് ദൈവത്തിൻ്റെ നീതിയാ. ആൾക്കാർക്ക് രൂപാന്തരമുണ്ടായി, അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്. ഇപ്പോൾ പൗലോസ് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുക. പൗലോസ് പറയുക, ഐ നോ യു ആർ ദ ചോസൺ വൺസ്. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. മലയാളത്തിൻ്റെ ആ സ്ട്രക്ചർ കാരണം നമ്മൾ വിചാരിക്കും ഇവർക്കറിയാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത്, ഐ ആം അഷ്യൂർഡ് ദാറ്റ് യു ആർ ദ ഇലക്ട് ഓഫ് ഗോഡ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചിന്ത നിർത്തിയത്. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബിലീവറിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കിയാൽ, അതായത് ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാകണം, ഞാൻ ദൈവത്തിൻ്റെ ചോസനാണ്, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ഒരു വിശ്വാസിക്ക് നല്ല ഉറപ്പുണ്ടാകും. എങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതയാത്രയിൽ അനുകൂലമില്ലാത്ത സാഹചര്യത്തിലൂടെ പോകേണ്ടി വരുമ്പോൾ നിൽക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ ചോസനാണ്. അത് വ്യക്തിപരമായിട്ടാണത് മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ ഒരു അങ്കിളിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ ആരാണെന്നും പറയുന്നില്ല, ഒരു രോഗത്തിൻ്റെ ഡയഗ്നോസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുക, 1 അല്ല 2 അല്ല 3 വർഷം, എത്ര വർഷമാണേലും എനിക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം പറയുക, എനിക്ക് ആ വേല ചെയ്യാൻ പറ്റും, അടുത്ത 2 വർഷം കൊണ്ട് തുടരാൻ പറ്റും. ഇസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഡയഗ്നോസിസ്. വേദന ഇല്ലെന്നല്ല പറയുന്നത്. ഇതൊക്കെ നോ. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വിഷയം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിനാണ് വെളിപ്പെട്ട് വരുന്നത്. സഫറിങ്ങിന്റെ മുമ്പിൽ ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോസ്തലൻ പൗലോസിന് അറിയാം, ഇവരെ ദൈവം തെരഞ്ഞെടുത്ത യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന്. എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ ദൈവസഭയിൽ കീബോർഡും ഡ്രംസും ഒക്കെ ഉള്ളപ്പോൾ ആനന്ദത്തോടെ പാട്ടുപാടാൻ സാധിച്ചെന്നിരിക്കും, അത് കഴിയും. എന്നാൽ എതിർപ്പ് വരുമ്പോൾ, സഫറിങ് വരുമ്പോൾ, രോഗത്തിൻ്റെ ഡയഗ്നോസിസ് വരുമ്പോൾ, ശരീരം വേദനിക്കുമ്പോൾ, മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ, ഒറ്റപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ നിൽക്കാൻ കഴിയണമെങ്കിൽ ഒന്ന്, ലഭിച്ച സുവിശേഷം പൂർണ്ണതയുള്ളതായിരിക്കണം. സുവിശേഷത്തിൽ നിന്ന് ലഭിച്ച ആ ഉറപ്പുകൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകണം. സ്തോത്രം. പൗലോസ് പറയുക, യു ആർ ദ ഇലക്ട് ഓഫ് ഗോഡ്. അവർക്കറിയണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. യോഹന്നാൻ 6:44 എന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 6:44. So, it is not the desire, ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലല്ല. റോമർ 9 പറയുന്നുണ്ട്, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സാധിക്കുന്നത്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരത്തില്ല. മറ്റൊരു ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്കും ചെല്ലുന്നില്ല. രണ്ടും പറയുന്നുണ്ട്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല, എന്നോട് അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചും ഇരിക്കുന്നു.
താഴോട്ട് പറയാം, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, സ്വന്തം പുത്രനെ കൂടെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്? എത്ര ഉറപ്പുള്ള വാക്യങ്ങളാണല്ലേ. സ്തോത്രം. Believer should know that they are the elect of God. ഒരു വിശ്വാസി മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ളവനാണ്. പിന്നെയും പറയട്ടെ, പ്രതിസന്ധി വരുമ്പോൾ കരഞ്ഞു നിരിക്കും, ദുഃഖിച്ചു നിരിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, ഞാനൊരു ദൈവവേദല, എന്നെ ദൈവം തിരഞ്ഞെടുത്തതാ. കാര്യങ്ങൾ കർത്താവിനെ സ്തുതിക്കാമോ? ഇനി മിനിസ്റ്റർ സ്റ്റാൻഡ് പോയിന്റ്, ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ മിനിസ്റ്റർ. ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ചെറിയ കാര്യമല്ല. ഐ നോ ദാറ്റ് യു ആർ ഓൾ ദ ഇലക്ട് ഓഫ് ഗാഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എങ്ങനെ തിരഞ്ഞെടുത്തതാ? നീങ്ങി വാടാന്ന് പറഞ്ഞ് ഇഷ്ടം തോന്നി വിളിച്ചതല്ല. പാപികളായിരുന്നപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തേ. ഇഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. നമ്മുടെ കൂടെ ഇരുന്നവനെ തിരഞ്ഞെടുക്കാതെ നമ്മെ തിരഞ്ഞെടുത്തില്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മേക്കാൾ, അതല്ലേ പറഞ്ഞേ റോമാലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം കൊരിന്ത്യയിലായിരുന്നു ചിന്തിച്ചില്ലേ? അതായത് ലോകപ്രകാരം ബുദ്ധിയുള്ളവരുണ്ട്, ജ്ഞാനികളായിട്ടുള്ളവരുണ്ട്. പക്ഷെ തിരഞ്ഞെടുത്തത് ഭോഷത്വമായതിലും ഈ ലോകത്തിലെ കുലഹീനവും ബലഹീനവുമായ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുത്തപ്പോ ദൈവസഭയുടെ ഭാഗമാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാനത് ശുശ്രൂഷിക്കുമ്പോൾ ഐ ഷുഡ് ഓൾവേസ് കീപ് ഇൻ മൈ മൈൻഡ്, ദീസ് ആർ ദ ഇലക്ട് ഓഫ് ഗാഡ്. The believers are irrespective of their any earthly status. ഞാൻ അത് നോക്കാറില്ല, നോക്കാൻ പാടില്ല. Irrespective of their earthly status. കറുത്തായിരിക്കാം, വെളുത്തായിരിക്കാം, മഞ്ഞയായിരിക്കാം, നീലയായിരിക്കാം, പൈസ ഉണ്ടാകാം, ഇല്ല, വിദ്യാഭ്യാസമുണ്ട്, ഇല്ല, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, നോക്കാൻ പാടില്ല ഒരു ദൈവദാസൻ. Irrespective of their status, because these are the elect of God. Irrespective of their status, ദൈവ മക്കളാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് കീഴിലുള്ളവരാണ്, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ജാതികളിൽ നിന്ന് വന്നവരാണ് അവരെ. ഈ ഗലാത്യയിലുള്ള വിശ്വാസികൾ ജാതികളിൽ നിന്ന് വന്നവരാ. അവരോട് പറയാ, ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. 28, അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ട്രൈബിന്റെ വ്യത്യാസമില്ല, അവിടെ നാഷണാലിറ്റിയുടെ വ്യത്യാസമില്ല, ലാംഗ്വേജിന്റെ വ്യത്യാസമില്ല, കളറിന്റെ വ്യത്യാസമില്ല, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ വ്യത്യാസമില്ല, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിന്റെ വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. ഇപ്പൊ കളറിന്റെ വ്യത്യാസത്തിൽ വേറെ സഭകളുണ്ട് നാട്ടിൽ, സ്റ്റാറ്റസിന്റെ വ്യത്യാസത്തിൽ വേറെ സഭകളുണ്ട്. ഇപ്പോ അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയുമോ? കാരണം വചനത്തിൽ പറയുന്നത് അങ്ങനെ വ്യത്യാസമില്ല എന്നാണ്. ദാസനെന്നില്ല. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസും വിഷയമല്ല ഇവിടെ. കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദാസനായി വിളിക്കപ്പെട്ടോ, നീ ദാസനായി തുടർന്നോ, പക്ഷെ നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാ. ഹല്ലേലൂയ. അത് ഊന്നൽ കൊടുത്ത് പറയേണ്ട ഒരു കാലയളവിൽ നമ്മളായിരിക്കുന്നു. അത്രയ്ക്കും ദൈവവചനത്തിൽ നിന്ന് വിട്ടുപോയി ദൈവസഭ. യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. അത്ര ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സോ ഒരു മിനിസ്റ്ററിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ there should not be any differentiation based on any status. സ്തോത്രം.
ഇവിടെ പറയുന്നത് ഈസ് ഷുവർ അബൌട്ട് ഗോഡ്സ് ചോയ്സ് ഓഫ് ദം. അതിൻ്റെ അർത്ഥം വി ഡിഡ് നോട്ട്, നമ്മൾ കർത്താവിനെ ചൂസ് ചെയ്തതല്ല, അവിടുന്ന് നമ്മെ ചൂസ് ചെയ്തതാണ്. അടുത്ത ചിന്തയാണ്, നമ്മൾ അവനെ ചൂസ് ചെയ്തല്ല. അത് കർത്താവ് തന്നെ പറഞ്ഞില്ലേ ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മൾ തെരഞ്ഞെടുക്കുവാണെങ്കിൽ എങ്ങനെ തെരഞ്ഞെടുത്തേനെ അല്ലേ? നമ്മൾ രക്ഷണ പ്രവൃത്തി ഡിസൈൻ ചെയ്യുവായിരുന്നെങ്കിൽ കർത്താവ് എവിടെ വന്ന് ജനിച്ചേനെ? കൊട്ടാരത്തിൽ ജനിച്ചേനെ. അതാണ് നമ്മുടെ ചിന്തയല്ല കർത്താവിൻ്റെ ചിന്ത. ഒരുപാട് അന്തരമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് അവർ എലക്ഷൻ, that we did not choose him, God chose us. ലൂക്കോസ് 18:7, റോമർ 8:33. നമ്മളിപ്പോൾ പറഞ്ഞു പോയതാണ്. ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? ശിക്ഷ വിധിക്കുന്നവനാർ. മതി. ഒരു ദൈവപൈതൽ, കർത്താവിൻ്റെ ശിഷ്യൻ, അവൻ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രസാദത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതിനകത്തൊരു ഹ്യൂമൻ മെറിറ്റ് ഇല്ല, അതിനകത്ത് ക്വാളിഫിക്കേഷൻ അല്ല. കാരണം നമ്മെ എല്ലാം സ്നേഹിച്ചപ്പോൾ നാം പാപികളായിരുന്നു അല്ലേ? നമ്മെ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുപ്പോൾ നാം ആരായിരുന്നു? പാപികൾ. പിന്നെ എന്നാ ക്വാളിഫിക്കേഷനാണ് പറയാനുള്ളത്? ദൈവസന്നിധി. പുരാതനകാല നിത്യതയിൽ അവിടുന്ന് തന്നെ നമ്മെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആ പ്രയോഗപ്രകാരം, തിരുഹിതത്തിന് പ്രസാദമായി ക്രിസ്തയേശുവിൽ എന്നെ തിരഞ്ഞെടുക്കാൻ, അതിന് തൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ ഉള്ളിൽ നൽകി തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ആ ഒരു നാൾ ഒന്ന് ശരിക്കും വട്ടോടോ എന്തെന്ന് വെച്ചാൽ ചെയ്യണം. ഒരു നാളും തള്ളിക്കളയത്തില്ല. പിതാവ് തരുന്നത് എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. തിരുവിധത്തിൻ്റെ വായിച്ച തിരുവിധത്തിൻ്റെ പ്രസാദപ്രകാരം മതി. അപ്പം അവിടെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരമാണ് ചെയ്തത്. നോ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ പറയാം, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അപ്പോൾ ട്രാക്ട് കൊടുക്കണം. സുവിശേഷം പറയണം. ബട്ട് ചൂസിങ് ഹാസ് ടു കം ഫ്രം ഹിം. ഇതാണ് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ട്രാക്ട് കൊടുത്ത ആൾക്കും സുവിശേഷം പറഞ്ഞു കൊടുത്ത ആൾക്കും വലിയ ക്രെഡിറ്റ് എടുക്കാനുള്ള വകുപ്പ് അവിടെ ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരാണ്. അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഞാൻ നേടിയെന്ന് പറയാൻ ആർക്കും കഴിയില്ല. പിതാവ് തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ യാഗഭരണമായപ്പോൾ നമ്മളെന്ത് നേടാൻ? We cannot, there is no room for that. പക്ഷെ നമുക്ക് എടുക്കാം, വേണേൽ പറഞ്ഞുകൊണ്ടെടുക്കാം. സകലമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും അവിടത്തേക്ക് മാത്രമാണ്. തെസ്സലോനിക്കർക്കുള്ള 2-ാം ലേഖനം 2:13, 2 Thessalonians 2:13. നമ്മൾ ചിന്തിക്കുന്നത് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആദി മുതൽ
വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് കടംപെട്ടിരിക്കുന്നു. കണ്ടോ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഞാൻ വന്ന് സുവിശേഷം പറഞ്ഞ സമയത്തല്ല, ആദ്യം മുതൽ തെരഞ്ഞെടുത്തതാ രക്ഷയ്ക്കായിട്ട്. എത്ര സന്തോഷമാണ് നമുക്ക്. ദൈവം നമ്മെ ആദ്യം മുതൽ തെരഞ്ഞെടുത്തു. ദൈവത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രത്യേകത, ആ സാധ്യതകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. യു ഡിഡ് നോട്ട് ചൂസ് മീ, നമുക്കത് വായിച്ച യോഹന്നാൻ 15:16 പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത. യെസ്, ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രൂഫാണ് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രൂഫാണ് 5 മുതൽ 10 വരെയുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളാണ് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ഞാൻ ഈ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ 5 പോയിൻ്റായിട്ട് തിരിച്ചായിരുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ തെസ്സലോനിക്കൻ ചർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. An ideal church is a saved church. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടാണ്. ഇറ്റ്സ് എ സേവ്ഡ് ചർച്ച്. അത് 1-ാം വാക്യത്തിൽ കാണാമല്ലോ, പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലുമുള്ള സഭ. 6-ാം വാക്യത്തിൽ ആ 2-ാമത്തെ തിരിവ് കാണാം. ഇറ്റ്സ് എ സഫറിങ് ചർച്ച്. 6-ാം വാക്യത്തിൽ തന്നെ ഇറ്റ്സ് എ സറണ്ടേർഡ് ചർച്ച്, സമർപ്പിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്. 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം ഇറ്റ്സ് എ സോൾ വിന്നിങ് ചർച്ച്. നിങ്ങളുടെ അടുക്കുന്ന കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നു. 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടം, സെക്കൻഡ് കമ്മിങ് ചർച്ച്. ഇനി 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാന കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ തെരഞ്ഞെടുത്തതാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ തൻ്റെ, ഇന്നലെയും പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ദ സോവറിനിറ്റി ഓഫ് ഗാഡ് ഇൻ സാൽവേഷൻ, അത് നമ്മൾ ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യൻ്റെ രക്ഷയിൽ എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്, അതിനകത്ത് മനുഷ്യന് ഉത്തരവാദിത്വവും ദൈവം വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാരലായിട്ട് പോകുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും. ഇത് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നോ ഒന്നും വചനം പറയുന്നില്ല, ഇത് രണ്ടും വചനം പറയുന്നുണ്ട്. ദൈവം പരമാധികാരിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലെങ്കിൽ അതേ സമയം തന്നെ വചനം പറയുന്ന ഒരു കാര്യമാണ് മാൻസ് റെസ്പോൺസിബിലിറ്റി. ഇത് രണ്ടും യോജിച്ച് ഒരുമിച്ച് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കാണാൻ കഴിയുന്നത് ചില തെളിവുകൾ വചനത്തിൽ നിന്ന് തരാം. അതിലൊന്ന് ഈ 6-ാം വാക്യം വായിച്ചാട്ടെ. 6-ാം വാക്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വചനം, കണ്ടോ, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ പറ്റി അവിടെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്, 2 വാക്കാണ്. വചനം കൈക്കൊണ്ടു, വചനം റിസീവ്ഡ് ദ വേർഡ്, റിസീവ്ഡ് ദ വേർഡ്. ഇനി 9-ാം വാക്യം, 9-ാം വാക്യം മലയാളത്തിൽ വരുമ്പോൾ അത് 10-ാം വാക്യം. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. എങ്ങനെ തിരിഞ്ഞു വന്നു? ഇത് രണ്ടും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയാ. റിസീവിങ് ദ വേർഡ്, പിന്നെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവം പരമാവധി പറയുന്നു. അപ്പം ഇത് രണ്ടും മനുഷ്യൻ്റെ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തിൻ്റെ നമ്മെ രക്ഷയ്ക്കായുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമായി യോജിച്ചു പോകുന്നതാണ്. ഇങ്ങനെ പറയാം, മനുഷ്യൻ്റെ ഇച്ഛ, തീരുമാനശക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമാകുവാൻ സാധിക്കും. ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് man's will participates in response to God's promptings. നമ്മൾ ഒരു ദിവസം മുഴുവനും സുവിശേഷം പറഞ്ഞാൽ, തുടർച്ചയായിട്ട് പറഞ്ഞാലും, ക്ലിയറായിട്ട് പറഞ്ഞാലും കല്ലുപോലെ ഇരിക്കാം, പക്ഷെ എല്ലാം മനസ്സിലാകുകയും ചെയ്യും. ബുദ്ധിയുണ്ട്,
സമർപ്പിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ല, എന്നാലും സമർപ്പിക്കത്തില്ല. എങ്ങനെ സമർപ്പിക്കപ്പെടും? ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. നമുക്ക് ഉദാഹരണം കാണാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 16 കാണത്തില്ലേ? വ്യക്തമായിട്ടല്ലേ എഴുതിയേക്കുന്നേ? പൗലോസ് പറഞ്ഞതിനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം ദൈവം ആ ആ ആ സഹോദരിയുടെ ഹൃദയത്തെ പ്രേരിപ്പിച്ചെന്നാ അതിൻ്റെ മൂലഭാഷയുടെ അർത്ഥം. God opened her heart to respond to what Paul was saying. അവിടെ ലുദിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ പേര് അവിടെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 പേര് കാണത്തില്ല. ലുദിയയും വേറൊരാളോടൊന്ന് കൂട്ടിക്കും. പക്ഷെ ലുദിയയാണ് റെസ്പോണ്ട് ചെയ്തത്. അതെങ്ങനെയാ കാര്യം? ലുദിയയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ? ലുദിയയ്ക്ക് ഗ്രീക്ക് അറിയാവുന്നുണ്ടാണോ? നോ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്നുള്ളത്, ദൈവാത്മാവൻ്റെ ഹൃദയം തുറന്നു എന്നുള്ളത് അവിടെ പറയുകയാണ്. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ബോൺ ഫ്രം എബവ്, നീ സ്വർഗരാജ്യം കാണത്തില്ല. ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം വരണം. അതാരാ ജനിപ്പിക്കുന്നേ? ഉയരത്തിൽ നിന്ന് ജനിക്കണം. പരിശുദ്ധാത്മാവ് മരിച്ചു കിടക്കുന്ന ഈ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കണം. അപ്പോഴാണ് ഇത് പ്രതികരിക്കാൻ കഴിയുന്നത്. അപ്പോൾ വില്ലുണ്ടോ? ഹ്യൂമൻ വില്ലുണ്ടോ സുവിശേഷത്തിൽ, അല്ല രക്ഷയോടുള്ള ബന്ധത്തിൽ? യെസ്. എങ്ങനെ? ആ പ്രോംപ്റ്റിങ്ങിന് വിധേയമാകാൻ കഴിയും. അതാണ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സുവിശേഷം അതൊരു കോളാണ്, ഒരു വിളിയാണ്. എന്തിനു വേണ്ടിയുള്ള വിളിയാണ്? മാനസാന്തരവും വിശ്വസിക്കുവാനുള്ള വിളിയാണ്. എ കോൾ ടു റിപ്പൻറ്റ് ആൻഡ് ബിലീവ്. റിപ്പൻറ്റ് ആൻഡ് ബിലീവ്. അതല്ലാതെ ഇങ്ങനെ വാ, ഞാൻ വീണ്ടും പറയാം, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉദാഹരണത്തിലൂടെ പറയാം. കർത്താവ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി, ഭൂതങ്ങളെ പുറത്താക്കി, ഇതെല്ലാം ശരിയാണ്. ബത്സയിദയിൽ ഒരു കുരുടനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞിട്ട് ഇവര് ഫിലിപ്പിൻ്റെ കൈസരിൽ ചെന്നു. മർക്കോസ് 8:31 ഈ അത്ഭുതം കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക ശിഷ്യന്മാരോട്, ജനം എന്നെ ആരെന്ന് പറയും? ഏലിയാവാണ്, യെരമ്യാവാണ്, യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ്, പിന്നെ എന്നൊക്കെ ഒരുപാട് അഭിപ്രായം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. പറയണ്ട മീൻസ് ഇത് ആരോടും പറയണ്ട ഇപ്പോൾ. വൈ? ബിക്കോസ് ദാറ്റ്സ് നോട്ട് ദ ഗോസ്പൽ. നെക്സ്റ്റ് ആണ് ഉടനെ കർത്താവ് പറയുക. എന്താ പറയുന്നേ? മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരാലും, അല്ല, മനുഷ്യപുത്രൻ അനേക കാര്യങ്ങൾ സഹിച്ച് മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളപ്പെട്ടിട്ട് അവനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. പിന്നെ തുടർന്നുള്ള പല ഭാഗങ്ങളിൽ മർക്കോസ് കാണാം, ഇത് തന്നെയാണ് പറയുന്നത്. ദിസ് ഈസ് ദ കോർ ഓഫ് ദ ഗോസ്പൽ. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. റിപ്പന്റ് ആൻഡ് ബിലീവ്. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ, വീണ്ടും പറയാം, ഒരു ഭൗതികമായിട്ടുള്ള വിടുതൽ കർത്താവിലേക്ക് വരാനുള്ളൊരു മുഖാന്തരമാക്കി കർത്താവിന് തീർക്കാം. അങ്ങനെ തീർക്കും ദൈവം. പക്ഷെ അതിൻ്റെ വിളിയല്ല സുവിശേഷം. അതിനു വേണ്ടി ആയിരുന്നെങ്കിൽ കർത്താവ് മരിക്കേണ്ട കാര്യമില്ല. കർത്താവ് മരിച്ചത്, കർത്താവ് അടക്കപ്പെട്ടത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത്, പിതാവ് അവനെ ഉയർപ്പിച്ചത്, അവിടുത്തെ രക്ഷന്റെ പ്രവൃത്തി പൂർത്തിയാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് പിതാവ് പുത്രനെ ഉയർപ്പിച്ചത്. എന്തിനു വേണ്ടി? പത്രോസ് പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൾ ടു റിപ്പൻറ്റ് ആൻഡ് ബിലീവ്. അപ്പം സുവിശേഷത്തിനകത്തെ സന്ദേശത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തും, മനുഷ്യൻ്റെ പാപം വെളിപ്പെടുത്തും, ദൈവം ഒരുക്കിയ ആ
പിന്നെ രക്ഷണ്യ പദ്ധതിയുടെ വെളിപ്പാടുണ്ട്. അതിനു മുമ്പിൽ മാനസാന്തരപ്പെടാനും വിശ്വസിക്കുവാനാണ് സുവിശേഷത്തിൻ്റെ കോൾ എന്ന് പറയുന്നത്. ഈ റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്നുള്ളത് 3 നിലകളിൽ നമുക്ക് കാണാൻ കഴിയും. മാനസാന്തരം 3 നിലകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, there is a command of repentance. മാനസാന്തരത്തിൻ്റെ കൽപ്പനയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3:19. അപ്പോസ്തല പ്രവൃത്തി 3:19. ആകയാൽ മാനസാന്തരപ്പെട്ട്, ആകയാൽ നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അതൊരു വരികയും മതി, അത്ര മതി. അപ്പോൾ അതൊരു കമാൻഡാ. മാനസാന്തരപ്പെടുക ഒരു വിളിയാ. ഇനി മാനസാന്തരം ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നു എന്നും പറയുന്നുണ്ട്. മാനസാന്തരം എന്താണ്? ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. 2 തിമോത്തി 2 ലേഖനം 2:25. 2 തിമോത്തി chapter 2:25. അപ്പൊ വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിക്കേണ്ടതിന് മാനസാന്തരം നൽകുമോ? ആരാ മാനസാന്തരം നൽകുന്നേ? ദൈവം. സോ ആദ്യം എന്തുവായിരുന്നു നമ്മൾ കണ്ടേ? ഇറ്റ്സ് എ കമാൻഡ്. മാനസാന്തരപ്പെടുക, പാപങ്ങൾ മായ്ച്ചു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെടുക. രണ്ടാമതോടെ പറയുകയാണ്, ദൈവം ദാനമായി മാനസാന്തരം നൽകുമോ എന്ന് വെച്ചിട്ട് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്, ദൈവത്തിൻ്റെ കൃപയോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമായിട്ടും മാനസാന്തരത്തെ നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 2:4. ദൈവത്തിൻ്റെ കൃപയോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം. അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ. അപ്പോൾ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കൃപ, ദൈവം തരുന്ന അവസരങ്ങൾ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തേണ്ടതാണ്. അപ്പൊ കൃപയോടുള്ള പ്രതികരണം മാനസാന്തരം. അപ്പോൾ ഒന്ന്, അത് കമാൻഡായിരുന്നു. 2, അത് ദൈവത്തിൻ്റെ ദാനമാണ്. 3, അത് മനുഷ്യൻ്റെ പ്രതികരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രതികരണമായിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഹ്യൂമൻ റെസ്പോൺസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 3:8. അപ്പോസ്തല പ്രവൃത്തി മതി. അപ്പോസ്തല പ്രവൃത്തി 2:38. Acts chapter 2 verse 38. പത്രോസിന്റെ 2-ാം ലേഖനം 3:9. 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിമിത്തം താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപയോടുള്ള ബന്ധത്തിൽ ആ കൃപയ്ക്ക് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അത് മനുഷ്യൻ്റെ റെസ്പോൺസായിട്ടും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ദിവസം മുഴുവനിട്ട് സുവിശേഷം പറഞ്ഞാലും ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല, അൺലെസ് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ മുമ്പേ പറഞ്ഞ 6-9 വാക്യങ്ങൾ വരും. എങ്ങനെ 6-9 വന്നേ? തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം 1:6-9. 6-ാം വാക്യത്തിൽ എന്താ? റിസീവ്ഡ് ദ വേർഡ്. വചനം കൈക്കൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടാൽ മാത്രം പോരാ, ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. 2, വചനം കൈക്കൊണ്ടപ്പോൾ അത് വിശ്വസിക്കാനിടയായി. എന്നിട്ട് എന്ത് ചെയ്തു? വിഗ്രഹങ്ങളെ 10-ാം വാക്യം വിട്ട് തിരിഞ്ഞു. Thus it is a human responsibility. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും മനുഷ്യൻ്റെ ഉത്തരവാദിത്വം.
സോ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഒരു വാക്യം അതിന് ആധാരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1:14. അവനെ കൈക്കൊണ്ട് അധികാരം എന്നുള്ള വാക്കിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഇതെല്ലാം ഇന്ന് അവൈലബിളാണ്. നമ്മൾ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ അഡ്വാൻസ്മെൻറ്റ് ദൈവവചനം പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിച്ച് എത്ര നന്നായിരിക്കും എന്നറിയോ? അത് അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറേണ്ടത്. ഒന്ന്, നാം ദൈവവചനത്തിൽ ആ വചന സത്യങ്ങളെ ഉൾക്കൊള്ളുന്നവരായി മാറും. രണ്ട്, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനിടയാവും. ഇന്ന് രാവിലെ ഒരു ദൈവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം വളരെ വിഷമത്തോട് പറഞ്ഞുണ്ട്. അതായത് ഒരാൾ പ്രസംഗിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം, പ്രസംഗിച്ച് കഴിഞ്ഞാൽ കേട്ടത് കൊണ്ട് പൊക്കോണം, ചോദ്യം ചോദിക്കാൻ പാടില്ല. നമ്മൾ പണ്ട് ഇത് സമുദായക്കാരെ കുറിച്ച് പറയുമായിരുന്നു, വന്നോണം, നിന്നോണം, കേട്ടോണം, പൊക്കോണം. ഇപ്പം ആ നിലയിലേക്ക് നമ്മുടെ സമൂഹങ്ങൾ മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് വചനവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ചോദിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഒരാളൊരു വെളിപ്പാട് പറഞ്ഞത് ഡിസ്ട്രാക്റ്റഡ് ആകാതിരുന്നാൽ പറയാം. ഇപ്പോൾ പറഞ്ഞത് അതായത് ലാസറിനെ എന്തിനാ ദൈവം ഉയർപ്പിച്ചേ? അപ്പോൾ പുള്ളി കിട്ടിയ വെളിപ്പാട് ലാസർ ദൈവത്തിന് പ്രിയനായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ ഉയർപ്പിച്ചത്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിയനാണെന്ന്. ലാസർ കർത്താവിന് പ്രിയനല്ലായിരുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാരണമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ആ അത്ഭുതം ചെയ്യാൻ തിരുഹിതത്തിന് പ്രസാദമായി. ഓക്കെ. രണ്ട്, ദൈവനാമ മഹത്വത്തിനാണ്. ഒരുവൻ കുരുടനായി പിറന്നപ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനെ കുരുടനായി പിറക്കാൻ കാര്യം എന്താ? ഇവൻ പാപം ചെയ്തിട്ടാണ്, ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ നോ, ഇതൊന്നും അല്ല കാരണം. ദൈവത്തിൻ്റെ നാമം ഇവൻ മഹത്വപ്പെടാനാ. ഈ രണ്ട് കാരണമേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ പോലും പലപ്പോഴും കാരണമല്ല, ദൈവനാമം ആത്യന്തികമായി മഹത്വപ്പെടാനാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആവശ്യക്കാരെല്ലാം വിടുതൽ പ്രാപിക്കണമല്ലോ? നോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 1:14 12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം എക്സൂസിയാൻ എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം പവർ ടു ആക്ട്. പവർ ടു ആക്ട്. ഇംഗ്ലീഷിൽ വന്നേക്കുന്ന അതോറിറ്റി എന്നാണ് വന്നേക്കുന്നത്. ഈ പവർ ടു ആക്ട് ഇല്ലാത്ത അതോറിറ്റി ഉണ്ടോ? ഭയങ്കര അതോറിറ്റിയാണ്, പക്ഷേ അനങ്ങാൻ പറ്റത്തില്ല. അതൊരു അതോറിറ്റിയാണ്. അപ്പം ശക്തി എന്ന് പറയുന്നത് എന്താ? ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്, ബട്ട് ആസ് മെനി ആസ് received him to them he gave the right. ചിലടത്ത് പറഞ്ഞേക്കുന്ന അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ട്. ഇവിടെ റൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ മക്കളായി തീരാനുള്ള ആ ശക്തി കൊടുത്തു. സോ ഞാൻ പറഞ്ഞത്, ആ ശക്തി എവിടെ നിന്നാണ് വന്നേ? ഉയർത്തുന്ന ശക്തിയാലാണ് ഒരുവൻ. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എന്താ? ഒരു ദൈവ പൈതൽ, ഹി ഈസ് ദ ഇലക്റ്റ് ഓഫ് ഗാഡ്. ഹി ഈസ് ദ ഇലക്റ്റ് ഓഫ് ഗാഡ്. ചെറിയ കാര്യമല്ലത്. പൗലോസ് പറയുക, നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, യു ആർ ദ ചോസൻ ഓഫ് ഗാഡ്, യു ആർ ദ ഇലക്റ്റ് ഓഫ് ഗാഡ്. അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചതാണ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ പരമാധികാരം പോലെ തന്നെ പാരലായിട്ട് നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും. പക്ഷേ അതും ദൈവാത്മാവിൻ്റെ പ്രേരണയിലാണ് നടക്കുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു.
നാം വചനം പറയുമ്പോഴും ഈവൻ വിശ്വാസികൾക്ക് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വചനത്തോട് പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേ പറയും, ഇതെന്നാ വചനമാ, എന്നോട് പറഞ്ഞല്ലോ, ഇതെത്ര കേട്ടതാ, ഇതാണോ വചനം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി there is something wrong either with the word or the response. ഞാനൊരിക്കലും പറയത്തില്ല ഈ വചനം തെറ്റാണ്. ഒന്നുകിൽ ആ റെസ്പോൺസിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ മെസ്സഞ്ചറിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ കുഴപ്പമാണ്. വചനത്തിന് ഒരിക്കലും കുഴപ്പം വരില്ല. പ്രിയമുള്ളവരെ, അവിശ്വാസി മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പ്രതികരിക്കേണ്ടത്. വിശ്വാസിയാണെന്ന് നാം പ്രൊഫസ് ചെയ്യുന്നുവെങ്കിൽ കേൾക്കുന്ന വചനം ഉള്ളത് തന്നെയാണെന്ന് നാം അവിടെ തിരക്കാനും അത് സെർച്ച് ചെയ്യാനും. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ഇന്ന് രാവിലെ ആ ദേവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഒരാളൊരു കാര്യം അങ്ങ് പ്രസംഗിച്ച് പോയപ്പോൾ ഇദ്ദേഹം യാദൃച്ഛികമായി ചോദിച്ചു, അതെങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞത് വചനത്തിലില്ലല്ലോ. അപ്പോൾ പറയുകയാണെന്ന്, അതങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്, അത് ഞങ്ങളോട് പറഞ്ഞു തന്നാൽ അങ്ങനെയാ. പുള്ളി പറയാ, ദാറ്റ് വാസ് ദ ലേസിയസ്റ്റ് എക്സ്പ്ലനേഷൻ. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണം വചനത്തിൽ. അല്ലാതെ ഇങ്ങനെ എനിക്കൊക്കെ തോന്നി എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല. കാരണം എന്നറിയാവോ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇലക്റ്റാ. ഇവിടെ രാജകുടുംബത്തിലെ ഒരു 10 പേരിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, അയ്യോ രാജകുടുംബത്തിലെ ആൾക്കാരാ. ട്രംപ് വന്നിരുന്നാൽ, അയ്യോ ട്രംപ് വന്നിരിക്കുന്നു. ലോകപ്രകാരം ഒരു മനുഷ്യനാ 8 വർഷം കൊണ്ട് അധികാരം കഴിയും, ആ ആളുടെ മുമ്പിൽ വിറച്ചോണ്ടാണ് നിൽക്കുന്നതെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയിലെ അംഗങ്ങളുടെ മുമ്പിൽ തോന്നിയത് വിളിച്ചു പറയാൻ പറ്റുമോ? എനിക്കിങ്ങനെ തോന്നിയതെന്ന് പറയാൻ പറ്റുമോ? നോ. ഈ വചനം നിത്യമായതുകൊണ്ട് തന്നെ, ഈ നിത്യമായ വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തി ഒരാൾക്കും പറയാൻ അധികാരമില്ല ദൈവസഭയിൽ. ഞാനത് എത്ര പറഞ്ഞാലും അധികമാകത്തില്ലെന്ന് എനിക്കറിയാം, കാരണം ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ബിവെയർ. ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ തിരക്കണം. ബിക്കോസ് യു ആർ, ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, എൻ്റെ കാര്യമല്ല പറഞ്ഞത്. യു ആർ ദ ഇലക്റ്റ് ഓഫ് ഗോഡ്. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല കർത്താവിനെ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതാ. എന്തിനാണെന്നറിയാമോ? അവൻ്റെ പുത്രനെ പോലെ ആക്കി തീർക്കാൻ ആ സഭ എന്ന ആ വ്യവസ്ഥയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഈ ഫ്രീഡം നമുക്ക് തന്നു, ഈ അനുകൂല സാഹചര്യങ്ങൾ ദൈവം തന്നു, ദൈവവചനത്തിൻ്റെ ആ വിളംബരം നമുക്ക് തന്നു. ആഴ്ചയിൽ എത്ര പ്രാവശ്യം വചനം കേൾക്കുന്നു? ഈ കേൾക്കുന്നതിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ക്രിസ്തു എന്ന തലയോളം വളരണം. ഇതാണ് ഒരേ ഒരു ലക്ഷ്യം. അല്ലാതെ ഞാൻ മുമ്പേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇവർക്കും ഒക്കെ സംഘടനകളുണ്ട്, അവർക്ക് ക്ലബ്ബുണ്ട്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് കൂടി വന്ന് സന്തോഷിക്കാൻ ഒരു ക്ലബ്ബല്ല ദൈവസഭ. ഇവിടെ പണി നടക്കുകയാണ്, ഇവിടെ രൂപാന്തരം നടക്കുകയാണ്, ഇവിടെ വളർച്ച നടക്കുകയാണ്, ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ദൈവവചനത്തിൻ്റെ വിളംബരം നടക്കുമ്പോൾ രൂപാന്തരങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കേൾക്കുന്ന വചനം ഉള്ളത് തന്നെയോ എന്നുള്ളത് നോക്കി അതിൻ്റെ മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാതിരിക്കാം, ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഇഷ്ടമില്ലാത്ത മരുന്ന് എടുക്കത്തില്ലേ, ഇല്ലേ? നമ്മൾ ഇഷ്ടമില്ലാത്ത മരുന്ന് എടുക്കും. ഫിഷ് ഓയിലിൻ്റെ ഒരു മരുന്ന് കണ്ടിട്ട്, ഒരു ഗുളിക കണ്ടിട്ട് ഇത്രയും ഉണ്ട്, ചക്കക്കുരുവിൻ്റെ അത്രയും ഉണ്ടാക്കി വെച്ചേക്കുക, അതും വിഴുങ്ങുക. എന്താ? ഫിഷ് ഓയിൽ വേണം, ഒമേഗ 3 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലേലും ഈ ദൈവവചനത്തോട് അനുകൂലമായി നമ്മൾ പ്രതികരിക്കണം. ഞാൻ ഈയിടെ എടുത്തു തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈയിടെ എടുത്തു തുടങ്ങി. നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. പണ്ടെടുക്കുമായിരുന്നത് മുറി, പിന്നെ സഭായത്തിന് വരാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം കർത്താവേ, സ്തോത്രം. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, മാനസാന്തരത്തിലേക്ക് നയിച്ചതിനായി സ്തോത്രം, തക്ക സമയത്ത് മുഖാന്തരത്തിലൂടെ ഞങ്ങളുടെ സുവിശേഷം ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം.
ഞങ്ങളുടെ കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. സുവിശേഷത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഉറപ്പുകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മരണം നീങ്ങി അക്ഷയതും ജീവനും ഞങ്ങളിൽ ഞങ്ങളുടെ പുത്രരിലൂടെ നൽകി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ എളിയദാസൻ എന്ന നിലയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. അങ്ങയുടെ വരവ് ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകിയിരിക്കാൽ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ലോക സംഭവങ്ങളെല്ലാം അതിനെ വിളിച്ചറിയിക്കുന്നല്ലോ. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, അങ്ങനെയുള്ള ആശ്രയം വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ വരവ് താമസിച്ച നാളെ വീണ്ടും ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തുക ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ യാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദൈവസഭയിലെ ഓരോ കുടുംബങ്ങളോടും ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.